പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. നമ്മുടെ ശബരിമല സ്വർണപ്പാളി മോഷണ വിവാദം കത്തിപ്പടരുകയാണ്. അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ പല ഏജൻസികൾ പല തലങ്ങളിൽ നടക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ മുസ്ലിം നേതാക്കളോ മുസ്ലിം സംഘടനകളോ മുസ്ലിം പൊതുപ്രവർത്തകരോ മുസ്ലിം ആക്ടിവിസ്റ്റുകളോ ഒന്നും അഭിപ്രായം പറയുകയോ യാതൊരു തരത്തിലുമുള്ള ഇടപെടലുകൾ നടത്തുകയോ ചെയ്യരുത് എന്നാണ് പറയാനുള്ളത്. കാരണം ആ മതത്തിൽ ആ സമുദായത്തിൽ എന്തെല്ലാം ആചാരങ്ങളാണ്, അനുഷ്ഠാനങ്ങളാണ്, കർമ്മങ്ങളാണ്, സമ്പ്രദായങ്ങളാണ് ഉള്ളത് എന്ന് നമുക്കറിയില്ലല്ലോ. സ്വാഭാവികമായിട്ടും മറ്റെല്ലാ സമുദായങ്ങളിലും മറ്റെല്ലാ മതങ്ങളിലും എന്ന പോലെ തന്നെ വിഭാഗങ്ങളും ഉപവിഭാഗങ്ങളും അവാന്തര വിഭാഗങ്ങളും ഒരുപാട് അനുഷ്ഠാന രീതികളും ആചാരങ്ങളും ഒക്കെ അവരിലും ഉണ്ട്. അപ്പൊ ഇപ്പോൾ നടന്നത് സ്വർണപ്പാളി മോഷണമാണ് എന്ന് ചില ആളുകൾ പറയുന്നു, ആരോപിക്കുന്നു. ചിലപ്പോൾ ഒരു ഘട്ടത്തിൽ അത് മോഷണമായിരുന്നില്ല, അതും ഒരു അനുഷ്ഠാനമായിരുന്നു എന്ന് തീരുമാനിക്കപ്പെടുകയും കണ്ടെത്തപ്പെടുകയും അങ്ങനെ ഒരു രമ്യതയിൽ ഒരു ഒത്തുതീർപ്പിൽ അവർ എത്തുകയും ചെയ്താൽ എങ്ങാനും വല്ല കാക്കായും താത്തായും ഈ വിഷയത്തിലൊരു അഭിപ്രായം പറഞ്ഞാൽ അത് പിന്നെ ആകപ്പാടെ എടിങ്ങേറിന്റെ അവലുങ്ങിഞ്ഞാവും. ഇപ്പൊ അത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ഇപ്പൊ മുസ്ലിങ്ങളുടെ ഇടയിൽ വെട്ടും കുത്തും റാത്തീബ് എന്ന് പറയുന്ന ഒരു അനുഷ്ഠാനമുണ്ട്. ഈ അനുഷ്ഠാനം നടക്കുന്നിടത്തേക്ക് SNDPക്കാരോ NSSകാരോ അല്ലെങ്കിൽ കേരള കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ KCBCക്കാരോ ആരെങ്കിലും ഒക്കെ പ്രകടനമായിട്ട് വന്ന് ഇവിടെ വെട്ടും കുത്തൊന്നും പാടില്ല, ഇവിടെ സമാധാനം നിലനിൽക്കണം എന്ന് പറഞ്ഞു വന്നാൽ എങ്ങനെയുണ്ടാവും? അപ്പൊ അത് അവര് കാര്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണല്ലോ. വെട്ടും കുത്തും റാത്തീബ് എന്ന് പറയുന്ന ഒരു അനുഷ്ഠാനം, ഒരു ആചാരം, ഒരു ചടങ്ങ് നമുക്കുണ്ട് എന്ന് അവർക്ക് ആദ്യം മനസ്സിലായില്ല. അങ്ങനെ മനസ്സിലാവാത്തത് കൊണ്ടാണ് ഈ ബഹളം കേട്ടപ്പോ അവര് അങ്ങോട്ട് സമാധാനം പാലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മാർച്ചുമായിട്ട് വന്നത്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ആയിരിക്കും നമ്മൾ ഈ വിഷയത്തിൽ ഇടപെടുകയോ അഭിപ്രായം പറയുകയോ അന്വേഷണം ത്വരിതപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുകയോ ഒക്കെ ചെയ്താൽ. നമ്മുടെ എറണാകുളം പരിസരത്ത് ഒരു സ്ഥലത്ത് ഉറക്കം ഇങ്ങനെ കുത്തുബിയത്ത് റാത്തീബ് നടക്കുകയായിരുന്നു. അപ്പൊ അവിടെ എന്തോ ഗുരുതരമായ ക്രമസമാധാന പ്രശ്നമാണെന്ന് വിചാരിച്ച് ആരോ പോലീസിനെ വിളിച്ചു വരുത്തി എന്ന് കേട്ടിട്ടുണ്ടോ? എന്നിട്ട് നോക്കുമ്പോൾ ഒന്നുമില്ല, അവിടെ റാത്തീബ് ഉറക്കം ചെല്ലണതാണ്. അത് നൂറ്റാണ്ടുകളായിട്ട് സുന്നി മുസ്ലിങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരു ആചാരമാണ്. അപ്പോ ഇതുപോലെ പലതും ഉണ്ട്. ഇപ്പൊ നമ്മളുടെ ഇടയിൽ ജിന്നിനെ അടിച്ചിറക്കലുണ്ട്. ആരില്ലെങ്കിലും ജിന്ന് കയറി കൂടിയാലും അടിച്ചിറക്കാണ്. അപ്പൊ ഈ അടി നടക്കുന്നിടത്തേക്ക് ഈ പറഞ്ഞ പോലെ മറ്റു സമുദായക്കാര് പ്രകടനമായിട്ട് വന്ന് ഇവിടെ അടിക്കാനും കുത്താനും ഒന്നും പാടില്ല എന്ന് പറഞ്ഞാലോ? ഇപ്പൊ മുജാഹിദ് പള്ളികളിൽ തന്നെ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. മിമ്പറിന്ന് ഖത്തീബിന്റെ കാലിൽ പിടിച്ച് വലിച്ച് അടിക്കല്. അതുപോലെ മഞ്ചേരി കാമ്പസ് മസ്ജിദില് പള്ളിയുടെ ഉള്ളില് ഏതാണ്ട് വെട്ടും കുത്തും റാത്തീബിനോട് സമാനമാകുന്ന തരത്തിൽ മുജാഹിദിൽ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. ഇവിടെയൊന്നും ഹൈന്ദവ സംഘടനകളോ KCBCയോ ഒന്നും ഇടപെട്ടിട്ടില്ല. അപ്പോ ശബരിമലയിലെ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതതിന്റെ സ്വാഭാവികമായ രൂപത്തിൽ അത് പൊയ്ക്കോട്ടെ എന്ന് വെക്കുകയല്ലാതെ എന്ന് പറഞ്ഞ പോലെ എല്ലാത്തിലും ചെന്ന് ഇടപെടുക എന്നുള്ള രീതിയിൽ നീതിബോധത്തിന്റെ ആ ഒരു തള്ളിച്ച കൊണ്ട് അങ്ങ് ഇടപെടരുതെന്നാണ് ഞാൻ ഈ പറയണത്. നമ്മളുടെ കൂട്ടത്തിൽ ഇടപെടുന്ന ആക്ടിവിസ്റ്റുകൾക്ക് അഭിപ്രായം ഉണ്ടാവും, അവർക്ക് ന്യായീകരണം ഉണ്ടാവും. എവിടെ അനീതി കണ്ടാലും അധാർമികത കണ്ടാലും കണ്ണും പൂട്ടി കയ്യും കെട്ടി നോക്കിയേക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റൂല. അപ്പൊ ശബരിമല സ്വർണപ്പാളിയുടെ പ്രശ്നമാണെങ്കിലും ഞങ്ങൾ അതിൽ ഇടപെടും. അനബിന് ജല, അതിന് രണ്ടർത്ഥമുണ്ട്. ഞാൻ ജലായുടെ മകനാണെന്നും അർത്ഥമുണ്ട്, ഞാൻ പ്രശസ്തനാണെന്നുള്ള അർത്ഥത്തിൽ ഇബിന് ജല എന്ന് ഉപയോഗിക്കാറുണ്ട്. വത്തല്ലാഫനായ, അത് വത്തല്ലായി എന്നുള്ള വായനയും ഉണ്ട് കേട്ടോ. വത്തല്ലാഫനായ, കടവഴികളിൽ വെളിവാകുന്നവനുമാണ് എന്ന് പറഞ്ഞ എവിടെ പ്രശ്നമുണ്ടെങ്കിലും അവിടെ ചെന്ന് ഇടപെടും. ഈ പേക്കാപ്പള്ളിയിൽ മുമ്പ് ഒരു കാക്ക ഉണ്ടായിരുന്നു. അവിടെ ഒരു ഉസ്താദ് ഒരു കുട്ടീനെ തല്ലിയ പ്രശ്നം ഉണ്ടായ പുള്ളി അവിടെ ഓടിയെത്തും. എന്നിട്ട് ഉടനെ മൂപ്പര് പറയും, ഞങ്ങളും പിള്ളേരെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ഈ മാതിരി അക്രമം ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോ
പായിപ്ര കവലയ്ക്ക് ഒരു റോഡ് അപകടം ഉണ്ടായി, ഒരു ആക്സിഡന്റ് ഉണ്ടായി. അവിടെ ഈ കാക്ക ഓടി വന്നു. അതിന്റെ ഡ്രൈവറോട് കാക്ക ചൂടാവുക, ഞങ്ങളും വണ്ടിയൊക്കെ ഓടിക്കാറുണ്ട്, പക്ഷെ ഞങ്ങളൊന്നും ഇങ്ങനെ ഈ മാതിരി വണ്ടി ഓടിക്കാറില്ല. അപ്പൊ എവിടത്തെ പ്രശ്നം ഉണ്ടായാലും മൂപ്പര് ഓടി എത്തിയിട്ട് മൂപ്പരുടെ ഡയലോഗ് ഇതാണ്, ഞങ്ങളും ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്റെ പൊന്ന് സുഹൃത്തുക്കളെ, ശബരിമലയിൽ നടന്നത് മോഷണമാണോ അല്ലെങ്കിൽ അതൊരു ആചാരമാണോ അതൊരു അനുഷ്ഠാനമാണോ എന്നുള്ളത് അവര് തീരുമാനിച്ചോളും. പണ്ട് ഫുട്ബോൾ കളി അറിയില്ലാത്ത ഒരാൾ ഫുട്ബോൾ കളി കാണാൻ പോയപ്പോൾ ആള് വളരെ ധർമ്മിഷ്ഠനാണ്, വലിയ ഹാജിയാര ഉദാരമതിയാണ്. അപ്പൊ ഈ ഒരുപാട് പിള്ളേര് പന്തിന്റെ പുറകെ ഓടുന്നത് കണ്ടപ്പോ ഹാജിയാർക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ പരവശനായ ഹാജിയാര് പറഞ്ഞു, ഈ കിടാങ്ങൾ ആ ഒറ്റ പന്തിന്റെ പുറകെ ഇതിനു മാത്രം പിള്ളേര് 10-20 കിടാങ്ങൾ ഓടണ കണ്ടിട്ട് എന്റെ പൊന്നു പിള്ളേരെ സഹിക്കാൻ പാടില്ല. എന്റെ വകയായിട്ട് എല്ലാവർക്കും ഓരോ പന്ത് ഞാൻ മേടിച്ചു കൊടുത്തേക്കാം. അയത്തേക്കൾ ഇങ്ങനെ ഈ മാതിരി ഓടി പണ്ടം കരങ്ങണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചു എന്നാ പറയണേ. എന്ന് പറഞ്ഞ പോലെയുള്ള ഈ ഔദാര്യ മനസ്കതയുടെ ഓതിരി ഒന്നും ആർക്കും വേണ്ട. അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഇരിക്കുക, അത് എവിടെയെങ്കിലും എത്തിക്കോളും എന്നാണ് ഈ വൈകിയ വേളയിൽ പറയാനുള്ളത്.